ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. അപ്പം നമ്മൾ ഇന്ന് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊരു മൂവി റിവ്യൂ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഓണസമയല്ലേ, ഒരുപാട് ഇറങ്ങുന്ന സമയല്ലേ? അതെ. അപ്പൊ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, അതുപോലെ തന്നെ ലോക. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും പടം കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി. അതുകൊണ്ട് ഇന്നാണ് പടത്തിന് പോകാൻ പറ്റിയത്. അപ്പൊ ഫസ്റ്റ് ഞങ്ങൾ കണ്ട പടം ഹൃദയപൂർവ്വമാണ്. നമ്മുടെ പള്ളിക്കത്തോട് അഞ്ചാനി തിയേറ്ററിലാണ് നമ്മൾ സിനിമയ്ക്ക് പോകാറുള്ളത്. ഹൃദയപൂർവ്വം എന്താണ് നിന്റെ ഒപ്പീനിയൻ? ഹൃദയപൂർവ്വം ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്. ആക്ച്വലി നമ്മള് ഇന്ന് തിങ്കളാഴ്ച പോയിട്ട് പോലും നല്ലൊരു ക്രൗഡ് പുള്ളിംഗ് ഉണ്ട്. ഒരു ഫാമിലിയുടെ ഒരു ക്രൗഡ് പുള്ളിംഗ് അവിടെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. അഞ്ചാലിന്റെ മെയിൻ സ്ക്രീൻസിൽ ഒന്നിൽ തന്നെയാണ് ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം ഹൃദയപൂർവ്വം പ്രേക്ഷകർ നെഞ്ചിലേറ്റി എന്നത് തന്നെയാണ്. കാരണം ഒരു സത്യനന്ദിക്കാട് മോഹൻലാല് സിനിമ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്തായാലും ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് പടത്തെ പറ്റി. പിന്നെ അത്ര നമ്മൾ ഈ തുടരും എമ്പുരാനൊക്കെ പോലെ അത്ര വലിയ പടമൊന്നുമല്ല, ഒരു സാധാ സിനിമ, സാധാരണ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സാധാരണ ഒരു സത്യനന്ദിക്കാട് മോഹൻലാല് സിനിമ. പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ പടത്തിന് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞത് തന്നെ ചില കുറച്ച് ലാഗ് തോന്നി. എന്നാലും ചില കോമഡി വർക്കൗട്ട് ആയില്ല, കുറച്ച് ലാഗായിരുന്നു. പക്ഷെ നമുക്ക് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. അതെ അതെ. കാരണം മോഹൻലാല് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മാളവിക മോഹന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പിന്നെ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ സിദ്ദിഖൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില കോമഡീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. ചിലത് വന്നാൽ വർക്കൗട്ട് അതുപോലെ തന്നെ നമ്മുടെ പക്ഷെ എന്നാലും ചിരി ഉണ്ടായിരുന്നു കേട്ടോ. സന്ദീപ് നമ്മുടെ സംഗീത് പ്രതാപ്, അവനും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ്. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാല് തന്റെ ക്യാൻറ്റീനിൽ ഒരു പയ്യനെ കൊണ്ടുവരുത്തുന്നുണ്ട്. പക്ഷെ അവന്റെ പേരൊന്നും എനിക്കറിയില്ല. എന്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ അവന് നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരിക്കാത്ത ആ പയ്യനും സൂപ്പറായിരുന്നു. അവനും മോഹൻലാലും തമ്മിലുള്ള കുറച്ച് അധികമുള്ള റോൾസ് എല്ലാമേ നന്നായിട്ട് പെർഫോം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. അതെ. പിന്നെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന് അത്ര വലിയ മ്യൂസിക് പ്രാധാന്യമുള്ളൊരു സിനിമയൊന്നും, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കേട്ടിരിക്കാൻ പറ്റും. നമ്മുടെ സത്യനന്ദിക്കാടിന്റെ ഇതിലുള്ള സിനിമകളുടെ കഴിഞ്ഞ പടങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനൂപ് സത്യന്റെ ആണെങ്കിലും ഇവരെല്ലാം ഒരേ രീതിയിലുള്ള ഒരു ഫാമിലി മൂവീസ് ആണ്. ഞാൻ പ്രകാശൻ ഒരു സൈലന്റ് ആയിട്ട് വന്ന് ഭയങ്കരമായിട്ട് ഹിറ്റ് ആയ ഒരു സിനിമയൊക്കെ അതൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ഹൃദയപൂർവ്വം വളരെ നല്ലൊരു പടമാണ്. ഞാൻ പ്രകാശന്റെ അതല്ല, ഞാൻ പ്രകാശനേക്കാളും കുറച്ചുകൂടി ഒരുപടി മുന്നിൽ നിൽക്കുന്ന പടം വേണമെന്ന് പറയാം. അതെ അതെ. അപ്പം എന്തായാലും നമ്മളുടെ അഭിപ്രായത്തിൽ പടം നിങ്ങൾക്ക് എന്തായാലും ഒരു മോഹൻലാൽ സത്യനന്ദിക്കാട് സിനിമ തിയേറ്ററിൽ നഷ്ടം ഉണ്ടാക്കില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു കമന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പടം കണ്ടിറങ്ങുമ്പോൾ വീട്ടിൽ പോയി വന്നൊരു ഫീലാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് പടം എന്ന് പറയുമ്പോൾ എന്ന് അതേ ഒരു ഫീൽ നമുക്കാണെങ്കിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മള് ഒരു ഫീൽ ഗുഡ് മൂവിക്ക് വേണ്ടി പോയിരിക്കുകയാണ്, നല്ലൊരു ഫീൽ ഗുഡ്. പക്ഷെ അധിക പ്രതീക്ഷയോടെ പോയി കാണുന്നവർക്ക് മോഹൻലാലിന്റെ വലിയതൊന്നും എമ്പുരാനൊന്നും പോലെ വന്ന് കാണരുത്. സാധാ ഒരു നോർമൽ പടം ആ രീതിക്ക് പോയി എമ്പുരാൻ തന്നെ എമ്പുരാന്റെ കഥ മോശമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നല്ലതാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ രണ്ടുപേരോട് യോജിക്കുകയല്ല, നമ്മുടെ അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അതെ. അപ്പൊ എന്തായാലും സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. വളരെ ഹിറ്റായിട്ട് തന്നെയാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ ഫാൻസ് ആണെങ്കിലും എല്ലാവർക്കും, മറ്റേ ഫാൻസിന് വലിയ ആഘോഷിക്കത്തക്ക രീതിയിലുള്ള ഒന്നും ഇല്ല ഇതിനകത്ത്. ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് വേണേ നമുക്ക് പറയാം സിനിമയെ. അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ല സിനിമകൾ വിജയിപ്പിക്കുക. അതെ. നമ്മളൊരു ഒത്തുകൂടൽ കാര്യങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തെ ഒരു സന്തോഷം, അതൊക്കെയാണ് ഏറ്റവും വലുത്. കാരണം ഓണസമയമാണ്, ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ടൂർ പോകുന്ന സമയത്ത് ഒരു സിനിമ കാണാൻ ശ്രമിക്കുക, അത് ഇതുപോലുള്ള പടങ്ങൾ കാണുക. സോ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അപ്പൊ എന്തായാലും പിന്നെ പ്രധാനപ്പെട്ട ആന്റണി പെരുമ്പാവൂരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. ഇപ്പം പുള്ളി റോളും ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും കുഴപ്പമില്ല. മറ്റേ നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമള സിനിമയ്ക്കകത്തെ പഴയ നമ്മുടെ ഒരു നടിയുണ്ടല്ലോ, അവരുടെ റോള് സംഗീത മാധവൻ നായർ. സംഗീത അത് തന്നെ റോള് അവർ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് നമ്മൾ അവരോടൊരു എതിരഭിപ്രായം മീൻസ് ഒരു വല്ലാത്തൊരു ഇത് തോന്നുമെങ്കിലും ഫൈനലിലേക്ക് വന്നപ്പോഴും അവർ കുറച്ചുകൂടെ ഒരു കോമഡി അവരുടെ ഇതായിട്ടുണ്ട്, കണക്ട് ആയിട്ടുണ്ട്. മോഹൻലാലുമായിട്ടൊരു കണക്ഷൻ അത് സെറ്റ് ആയിട്ടുണ്ട്.
എന്തായാലും പടത്തെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് പടം വിലയിരുത്തുക. എഴുതണം. അപ്പൊ ഇനി ലാലേട്ടൻ മൂവീസ് ഇതുപോലെ നല്ല ഇപ്പം പിന്നെ ഒരു കാര്യം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ലാലേട്ടന്റെ ആ ഒരു ഫ്ലോപ്പ് കുറെ ഫ്ലോപ്പുകളൊക്കെ പാറ്റേണിൽ നിന്ന് മാറി അത്യാവശ്യം നല്ല രീതിയിലുള്ള പടങ്ങളൊക്കെ ഇപ്പം വരുന്നുണ്ട്. പിന്നെ അടുത്ത പുതിയൊരു പടം കൂടെ വരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും പുതിയൊരു പടം വരുന്നുണ്ട് നമ്മുടെ ലാലേട്ടന്റെ L363 എത്ര നമ്പർ നോക്കുന്നില്ല. ലാലേട്ടന്റെ ഒരു പുതിയ പടം കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പോലീസ് സ്റ്റോറി എന്തോ ആണ്. അതെ. അപ്പം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. കാണാം. ശരി.